അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണോ സിനിമയ്ക്കുള്ള കോള് വന്നത് ഈ പാട്ട്? അങ്ങനെയല്ല, അതങ്ങനെ ഗ്രാജുവലി സംഭവിച്ചതാണ്. അപ്പൊ ഈ പാട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ലിറിക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ രാജേഷ് അത്തിക്കായും ജോജി ജോൺസ് ആ കൂട്ടുകെട്ടിലുണ്ടായി. രാജേഷ് അത്തിക്കായത്തിന്റെ വരികൾ, ജോജി ജോൺസിന്റെ സംഗീതം. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് സിനിമയിലല്ലെങ്കിലും പാരലായിട്ടുള്ള മ്യൂസിക്കിലാണ് എനിക്ക് ഹിറ്റ്സ് ഉള്ളത്. അപ്പോൾ അതിൽ എല്ലാ പാട്ടും മിക്കവാറും പാട്ടുകൾ ഹിറ്റായിട്ടുള്ള പാട്ടുകളെല്ലാം ഈ സെയിം കൂട്ടുകെട്ടിൽ ഉണ്ടായിട്ടുള്ള പാട്ടുകളാണ്. അതൊരു എന്താ പറയാ, അതൊരു ലക്കാണ് തീർച്ചയായിട്ടും. അത് ഭാഗ്യം മാത്രമാണ്. ഈശ്വരാനുഗ്രഹം അത്രേ വിചാരിച്ചു. സിനിമയിലേക്കുള്ള ഒരു എങ്ങനെയായിരുന്നു ആ ഒരു കോള് എൻട്രി എങ്ങനെയായിരുന്നു? സിനിമയിലേക്ക് ഈ പറയണ പോലെ തന്നെ ചിത്രചേച്ചി പാടാനിരുന്ന പാട്ടായിരുന്നു ശരിക്കും. ഹൗസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ടിനി ടോമും ജ്യോതിർമയും കൂടി അഭിനയിക്കുന്ന ഒരു പാടായിരുന്നു. അപ്പൊ അതില് മ്യൂസിക് ചെയ്ത് റാം സുരേന്ദർ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള റാം ചേട്ടനാണ്. അപ്പൊ അങ്ങനെ സ്റ്റുഡിയോയിൽ ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട്, ആ കുട്ടി ട്രാക്ക് പാടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രാക്കാ പാടിയ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ. അപ്പൊ പാടിയപ്പോ അവർക്ക് അന്ന് ഭയങ്കര ഇഷ്ടമായി. അവര് പ്രൊഡ്യൂസറൊക്കെ വിളിച്ച് സംസാരിക്കുക. അപ്പൊ എന്തായാലും ചിത്രചേച്ചിക്ക് പാടാനുള്ളതായതുകൊണ്ട് ഓക്കെ, അപ്പൊ അത് വേറെ വഴിയൊന്നുമില്ല, നമുക്ക് ഇനി വേറെ ഏതെങ്കിലും വർക്ക് വരുമ്പോൾ കൂടാം എന്നൊക്കെ പറഞ്ഞു. എനിക്കും പക്ഷെ അന്ന് അങ്ങനെ സിനിമയിലൊന്നും പാടിക്കുന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലും ഇല്ല. അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അപ്പൊ ഞാൻ അന്നിപ്പോ പാടി ട്രാക്ക് പാടി പൈസ കിട്ടി, ഞാൻ ഹാപ്പി, വീട്ടിൽ പോയി, അത്രയേ ഉള്ളൂ.